നിറയുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ അന്വേഷണം തുടരുന്നു. PWD വിഭാഗത്തിന്റെ പരിശോധനാ ഫലം ലഭിച്ച ശേഷം കളക്ടർ റിപ്പോർട്ട് നൽകും. പുതിയ സർജിക്കൽ ബ്ലോക്കിലെ ഓപ്പറേഷൻ തിയേറ്ററുകൾ വൈകുമെന്ന് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അടിയന്തര ശസ്ത്രക്രിയകൾക്ക് തടസ്സമില്ലെന്നും നാളെ മുതൽ ഇലക്ട്രിക് ഓപ്പറേഷനുകൾ ആരംഭിക്കുമെന്നും സൂപ്രണ്ട് പറഞ്ഞു. അതൊന്ന് കേൾക്കാം. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ് ഡോക്ടർ ജയകുമാർ സാർ ആണ് നമ്മുടെ ഒപ്പം. സാർ, ഇപ്പോൾ ഇവിടുത്തെ ഈ മാറ്റുന്ന കാര്യങ്ങളും ഷിഫ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുവരെ നമ്മൾ അന്ന് ആ പ്രോബ്ലം ഉണ്ടായിട്ട് വിത്തിൻ 2 hours ഒരു 8 മണി 10 മണിയായപ്പോൾ തന്നെ എല്ലാ രോഗികളെയും തന്നെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ പൂർണ്ണമായ രീതിയിൽ, അതായത് നഴ്സിംഗ് സ്റ്റേഷനൊക്കെ ആകുന്നതേ ഉള്ളൂ, വാഷ് ബേസിനുള്ള പലതും ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫൈനൽ ടച്ചിലുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പെട്ടെന്നൊരു ഷിഫ്റ്റിംഗ് വന്നപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് രോഗികളുടെ സേഫ്റ്റി ഉറപ്പാക്കി അവർക്ക് കൃത്യമായ ചികിത്സ എത്തിക്കുന്ന ഒരു വലിയൊരു ടാസ്ക്കായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ഓക്സിജൻ കിട്ടുന്ന രോഗികളുണ്ട്, അല്ലെങ്കിൽ വീൽ ചെയറിൽ ട്രോളിയിൽ മാറുന്ന രോഗികളുണ്ട്, വേദന അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ എത്തിക്കുകയും അവർക്ക് കട്ടിലുകൾ പ്രൊവൈഡ് ചെയ്യുകയും അവരെ ശുശ്രൂഷിക്കുകയും സ്റ്റെബിലൈസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കായിരുന്നു ആദ്യം നടന്നിരുന്നത്. രോഗികളുടെ സുരക്ഷയും അതുപോലെ അവരുടെ സൗകര്യങ്ങളും അവരുടെ ചികിത്സയും ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചുമതല. ഇനി രണ്ടാമത്തേത്, നമ്മൾ ഇനി ഇവിടുത്തെ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനായിട്ട് ഇങ്ങോട്ട് മാറുകയാണ്. 3 ടെസ്റ്റിലെ MRIയും CT സ്കാനും ഫ്ലൂറോസ്കോപ്പിയും മാമോഗ്രാം ഒക്കെ ആയിട്ട് വലിയ ഫെസിലിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് മാറി ഇവിടെ അത് സെറ്റിൽ ചെയ്യുന്ന ഒരു സംവിധാനമാണ് നടക്കുന്നത്. ഓപ്പറേഷനുകൾ ഇപ്പോൾ നമ്മൾ എമർജൻസി കേസുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഇലക്റ്റീവ് കേസുകൾ നമ്മൾ 2 ദിവസത്തേക്കും കൂടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇങ്ങോട്ട് ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്ത് ഇവരെല്ലാം സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെയധികം ഒരു മാൻ പവറിൻ്റെ ആവശ്യമുണ്ട്. ഇലക്റ്റീവ് ഓപ്പറേഷൻസ് നിർത്തിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് സ്റ്റാഫിനെ മൊബിലൈസ് ചെയ്യാനും പറ്റും. ജനറൽ സർജറിക്കാർ തുടർച്ചയായിട്ട്, നേരത്തെ നമ്മൾ ഒരു ഷിഫ്റ്റിൽ മാത്രമാണ് ഇലക്റ്റീവ് ഓപ്പറേഷൻ ചെയ്തത്. ഇപ്പോൾ 2 ഷിഫ്റ്റിൽ ഇലക്റ്റീവ് ഓപ്പറേഷനുകൾ നടക്കും. അത് രാത്രിയിലേക്ക് നീണ്ടാലും അതിനാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തിയേറ്ററുടെ എണ്ണം കുറഞ്ഞപ്പോൾ അതിനനുസരിച്ച് സമയം നീട്ടിക്കൊടുത്ത് സ്റ്റാഫിനെ അതനുസരിച്ച് ക്രമീകരിച്ച്, ഡോക്ടർമാരെ അതനുസരിച്ച് ക്രമീകരിച്ച് കൂടുതൽ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഒരേ തിയേറ്ററിൽ തന്നെ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ജനറൽ സർജറി, ഓർത്തോപീഡിക്സ്, ന്യൂറോ സർജറി ഇവയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ തിയേറ്ററുകളുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് സർജറി, യൂറോളജി, ഓങ്കോ സർജറിക്കെല്ലാം ആഴ്ചയിൽ ഇപ്പോൾ അവർക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ടായിരിക്കും. ഇതിപ്പോൾ 14 ഓപ്പറേഷൻ തിയേറ്ററാണ്. അത് ചെയ്യുന്ന വെണ്ടർമാരുടെ ഇതനുസരിച്ച് നമുക്കൊരു ആദ്യം അവർ പറഞ്ഞിരുന്നത് ജൂലൈ അവസാന വാരമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഓഗസ്റ്റിലേക്ക് ആകുമായിരിക്കും. നാളെ വീണ്ടും നമ്മുടെ KMSCL MDയും എല്ലാവരുമായിട്ട് വീണ്ടും മീറ്റിംഗ് വയ്ക്കുന്നുണ്ട്. എത്രയും വേഗമാക്കി തരാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബറിൽ നമുക്കിത് പൂർണ്ണമായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനക്ഷമമാക്കും. എന്തായാലും പഴയ കെട്ടിടം തകർന്നു വീണതിന് പിന്നാലെ തന്നെ എന്തായാലും രോഗികളെയൊക്കെ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ള കാര്യം തന്നെ സൂപ്രണ്ട് നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ സൂപ്രണ്ട് K ജയകുമാറുമായി സംസാരിച്ച അഖിൽ K നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അഖിൽ K. ഇന്ന് പോസിറ്റീവായിട്ടുള്ളൊരു സൺഡേ ആണ്. കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പസമയം മുൻപ് ബിന്ദുവിന്റെ വീട്ടിലെത്തി ആ കുടുംബത്തിന് എല്ലാ ഉറപ്പുകളും നൽകുന്നു. അന്വേഷണം വേഗത്തിലാക്കാനുള്ള ഒരു തീരുമാനവും ഇതിനകം ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ ഈ ഷിഫ്റ്റിംഗ് കാര്യങ്ങൾ അത് സംബന്ധിച്ചിപ്പോൾ സൂപ്രണ്ട് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇനി എത്ര സമയമെടുക്കും? അതായത് സുജയ, ഈ രോഗികളെ പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിൽ ഈ ഓപ്പറേഷനുകൾ മാത്രം അതിൻ്റെ ഒരു കാര്യത്തിലാണ് വ്യക്തത. അതായത് അടിയന്തര ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇലക്റ്റീവ് ശസ്ത്രക്രിയകൾ അത് ആരംഭിച്ചിട്ടില്ല. അത് തിങ്കളാഴ്ച നാളെയോട് കൂടി ആരംഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് ഈ ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾക്കുമായി മാൻ പവർ കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ ഈ കൊറോണ സമയത്തും അതുപോലുള്ള അടിയന്തര ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഇലക്റ്റീവ് ശസ്ത്രക്രിയകൾ ഇലക്റ്റീവ് ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചുകൊണ്ട് മറ്റുള്ള നടപടിയിലേക്ക് ഇലക്റ്റീവ് ശസ്ത്രക്രിയകൾ വെച്ചുകൊണ്ട് നടപടി സ്വീകരിച്ചുള്ളൂ. അപ്പോൾ അതേ രീതി സ്വീകരിക്കുമ്പോൾ കൂടുതൽ മാൻ പവർ ഇത്തരം ഘട്ടങ്ങളിലേക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് നിലവിൽ ഇപ്പോൾ ഇലക്റ്റീവ് ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ, അതായത് നിലവിൽ മുൻപ് പഴയ ബ്ലോക്കിൽ ഉണ്ടായിരുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിന്നും പുതിയ ബ്ലോക്കിലേക്ക് മാറ്റി. അതായത് പുതിയ ബ്ലോക്കിലെ ഓപ്പറേഷൻ തിയേറ്റർ സെപ്റ്റംബർ ഒക്കെ ആകും. അതായത് അടുത്തൊന്നും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ മുൻപ് ഉപയോഗിച്ചിരുന്ന ഇപ്പോൾ നവീകരിച്ച് വെച്ചിട്ടുള്ള പഴയ 4 ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട്. ആ 4 ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്ക് 2 ഷിഫ്റ്റുകളായി, അതായത് 8 എണ്ണത്തിന്റെ ഫലം ചെയ്യുന്നതിന് വേണ്ടി 2 ഷിഫ്റ്റിൽ മുൻപ് പകൽ മാത്രമായിരുന്നു ഓപ്പറേഷൻ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ രാത്രി കൂടി ഓപ്പറേഷൻ 2 ഷിഫ്റ്റുകളായി ഓപ്പറേഷൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അത് പ്രശ്നമില്ലാതെ അത് കൊണ്ടുപോകാനുള്ള രീതിയിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോഴും ഈ ഒരു പ്രതിസന്ധി നിൽക്കുന്നത് കഴിഞ്ഞ 3 ദിവസത്തെ, അതായത് ഇന്നത്തെയും ഇന്നലത്തെയും മിനിങ്ങാത്തെയും 3 ദിവസത്തെ ഇലക്റ്റീവ് ഓപ്പറേഷനിലുണ്ട്. ആ രോഗികളുടെ മുൻപിലേക്ക് നീട്ടിവെക്കേണ്ടി വരും. അപ്പോൾ ആ ദിവസങ്ങളിൽ സജ്ജീകരിച്ചിരുന്ന ആളുകൾ പിന്നെയും പുറകിലേക്ക് പോകുന്ന സാഹചര്യം. അപ്പോൾ പലരുടെയും ഓപ്പറേഷൻ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ സംസാരിച്ചത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ. അഖിൽ K ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.